ഇനി ഒരു വർഷത്തിനിടയ്ക്ക് 2 തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ 2 തെരഞ്ഞെടുപ്പ് കാലത്തും BJPയുടെ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്നപ്പോൾ വലിയ പ്രതീക്ഷയാണ്. പക്ഷേ മുൻകാലങ്ങളിലെ പോലെ തന്നെ ഗ്രൂപ്പ് പോര് തുടരുകയാണ്. മുരളീധര പക്ഷം പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ കൃഷ്ണദാസ് പക്ഷത്തിന്റെ ഭാഗമായി എന്നാണ്. ഈ തമ്മിലടി എന്തെങ്കിലും അവസാനിക്കുമോ? ഇത്തിരി പ്രയാസമാണ്. രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു, തമ്മിലടി ഒന്ന് കുറയ്ക്കാൻ. കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിയ പരസ്യമായിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഓരോരുത്തർക്കും നേതാവാകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അവരുടെ വോയിസ് കേൾക്കപ്പെടണം. പാർട്ടിക്കുള്ളിൽ അഭിപ്രായം പറയുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് അത് പോരുമ്പോൾ അവിടെ ഒരു സിഗ്നൽ കിട്ടുകയാണ്. അവിടെ നമ്മൾ ഒരു അലാം ബെൽ മുഴങ്ങുകയാണ്. അത് പാർട്ടിക്ക് അത്ര നല്ലതല്ല. ഇവിടെ നോക്കൂ, ഇവിടെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ലൈനിലാണ്. രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടുവന്നത് തന്നെ അദ്ദേഹം ഒരു മികച്ച വ്യവസായിയായിരുന്നു, ലാഭമുണ്ടാക്കാൻ കഴിവുള്ള ഒരു വ്യവസായിയായിരുന്നു, തൻ്റെ സംരംഭങ്ങളെ വിജയിപ്പിച്ച ആളുമായിരുന്നു അദ്ദേഹം. മൊബൈൽ ഫോൺ രംഗത്ത്, അതുപോലെ ടെലിവിഷൻ്റെ രംഗത്തൊക്കെ PPL TV എന്ന് പറയുന്നൊരു കാലത്ത് പ്രസിദ്ധമായിരുന്നു. അതിൻ്റെ ഷെയറുകൾ വാങ്ങുകയും അതിനെ ലാഭത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം അതിൽ നിന്ന് മാറിയത്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചാനലാണ്. അതിലൊന്നും രാഷ്ട്രീയമായിട്ടോ എഡിറ്റോറിയൽ പരമായിട്ടോ ഇടപെടാതെ നമ്പർ 1 ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചെറിയ ചാഞ്ചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വരും, ആൾക്കാർ നോക്കുന്നതനുസരിച്ചെങ്കിലും നമ്പർ 1 ആയിട്ട് നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പരസ്യമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പരസ്യം ഫില്ല് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പഴയ നമ്മൾ കണ്ടും കേട്ടും എടുത്ത് പഴങ്കഞ്ഞിയായ സാധനങ്ങൾ, ആ പരസ്യത്തിൻ്റെ ഗ്യാപ്പ്, പരസ്യങ്ങൾ അത്രയും കിട്ടുന്നില്ല എന്നതിൻ്റെ അർത്ഥം. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അത് ഏറ്റവും വലിയ ക്രൂരമായ ഒരു കൃത്യം ചെയ്യുന്ന അൺപ്രൊഫഷണലായിട്ട് അത് പകുതിയാകുമ്പോൾ സംസാരത്തിനിടയ്ക്ക് മുറിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് കയറി വരിക. ഇത് വളരെ മോശമാണിത്. പ്രൊഫഷണലായിട്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ചാനൽ പരസ്യം ഇടയ്ക്ക് ഫില്ല് ചെയ്യാൻ കിട്ടുന്നില്ലെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ലെങ്കിൽ അവർ പറയണം, ഇതെന്തിനു കൊണ്ട് ഇങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു നേതാവിൻ്റെ പേര് പകുതി പറയുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് നേരെ വിനുവപ്രാഗം കയറി വരുമ്പോൾ അത് കാണാൻ നല്ലൊരു ദൃശ്യമൊന്നുമല്ല, അതൊരു പ്രൊഫഷണലായിട്ടുള്ള കാര്യക്രമവുമല്ല. അത് പോട്ടെ, അത് ചെറിയൊരു കാര്യം, പാർട്ടിയുടെ കാര്യമാണ് നോക്കേണ്ടത്. ആ ചാനലും വിജയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും അതിന് നമ്പർ 1 പൊസിഷനുണ്ട്. മനോരമ എന്ന് പറയുന്ന ക്രോസ് മീഡിയ ഓണർഷിപ്പുള്ള പത്രത്തിന് എത്രയോ ഉയരത്തിൽ ഈ ചാനലിന് നിലനിൽക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അതെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരാളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തന്നെയല്ല, അദ്ദേഹം വിദേശത്ത് പോയിട്ട് ഈ ടെക്നോളജിയൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം സിദ്ധിച്ച, മാനേജ്മെൻ്റ് അറിയാവുന്ന ഒരു ടെക്നോക്രാറ്റാണ്. അപ്പോൾ കാര്യങ്ങളെ അദ്ദേഹം യുക്തിപരമായിട്ട് സമീപിക്കും. ഇതാണ് ഈ എൻജിനീയർമാരുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. അവർ യുക്തിപരമായിട്ടാണ് ഓരോ കാര്യങ്ങളും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും പറഞ്ഞ് ആകെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നില്ല. ആ ഒരു പാതയിലാണ് ഇപ്പോൾ ചന്ദ്രശേഖർ ഇരിക്കുന്നത്. നോക്കൂ, നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? കേരളത്തിലെ എല്ലാ കുട്ടികളും പുതുതലമുറയും ഈ കേരളം മടുത്തിട്ട് കേരളത്തിലേക്ക് ഇനി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലും വിദേശ രാജ്യങ്ങളിലേക്ക്, അവരുടെ ടോപ്പ് പ്രയോറിറ്റി ഇപ്പോഴും US തന്നെയാണ്. മറ്റു രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പമ്പ കിടക്കുകയാണ്. ഇങ്ങോട്ട് വരണ്ട. എന്താ കാര്യം? അവിടെ വികസിത ഭൂപ്രദേശങ്ങളാണ്, വികസിതമാണ്. യൂറോപ്പ് പോലും, മാൾട്ടായിൽ പോലും പോകുന്നുണ്ട് ആൾക്കാർ, സുഖമായി ജീവിക്കുന്നുണ്ട്. ശരിയാണ്, ചിലവുകൾ കൂടുതലാണ്, അതിനനുസരിച്ച് ശമ്പളം കിട്ടും, ടാക്സ് കൂടുതലാണ്. പക്ഷേ അവർക്ക് കുഴപ്പമില്ല, സെക്യൂരിറ്റി ഉണ്ട്, മെഡിക്കൽ സെക്യൂരിറ്റി ഉണ്ട്, അങ്ങനെ ജീവന് സെക്യൂരിറ്റി ഉണ്ട്. കേരളത്തിൽ അതൊന്നുമില്ല, സാമ്പത്തിക സെക്യൂരിറ്റി ഇല്ല. അപ്പോൾ അങ്ങനൊരു അവസ്ഥ ആരും ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? അവരുടെ നാട്ടിൽ എങ്ങനെയാണ് ഇത് നേടിയത്? സിംഗപ്പൂർ എങ്ങനെയാണ് നേടിയത്? കഠിനാധ്വാനത്തിലൂടെ, അതുപോലെ തന്നെ വികസനത്തിലൂടെ. ആ വികസനം വരണമെങ്കിൽ എന്ത് ചെയ്യണം? വികസനം വരണമെങ്കിൽ 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഒന്ന്, ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നമുക്ക് ധാരാളമായിട്ടുണ്ട്. 2, ധനം. അതിപ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തിലെ 3ാമത്തെ ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള നിക്ഷേപം വിദേശത്തു നിന്ന് വരണം, അത് തീർച്ചയായിട്ടും വരണം. അതുകൊണ്ട് സാധ്യമല്ല വികസനം, നിക്ഷേപം. അതിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. ആ ഒരു അന്തരീക്ഷത്തിലാണ് 2047 കൂടി ഇന്ത്യ ഒരു വികസിത രാജ്യമായിട്ട് മാറും എന്ന് പറയുമ്പോൾ യൂറോപ്യൻ നിലവാരത്തിലേക്കും അമേരിക്കൻ നിലവാരത്തിലേക്കും ഒക്കെ ഇന്ത്യ അങ്ങനെ ഉയർന്ന, അതെ, റോക്കറ്റ് പോലെ തന്നെ, അല്ലെങ്കിൽ ഈ നമ്മുടെ ജെറ്റ് വിമാനം പോലെ സ്കൈ റോക്കറ്റ് ചെയ്യാൻ പോകാമെന്ന് പറയുന്നത്. സ്കൈ റോക്കറ്റ്
ഉയർന്നത് വളരെ പെട്ടെന്നാണ്. 11ാം സ്ഥാനത്ത് നിന്ന് നമ്മൾ 5ാം സ്ഥാനത്ത് വന്നു, ഇപ്പം 4ാം സ്ഥാനത്ത് നിൽക്കുകയാണ്, ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയില്ലെങ്കിൽ. അല്ല, അദ്ദേഹം വിവിധ മേഖലയിൽ രാജീവ് വിജയിക്കുമ്പോഴും അദ്ദേഹം ഇപ്പോൾ 4-5 മാസമായി കാണും. അതിൻ്റെ ഒരു മികവ് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പൊതുസമൂഹത്തിന് മുന്നിൽ? അല്ല, ഞാൻ വിചാരിച്ച നിലമ്പൂരിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായി, വേണോ വേണ്ടയോ എന്ന ചിന്തയോടുകൂടി നിൽക്കുമ്പോൾ അവിടെ വമ്പിച്ച ഒരു തോൽവി BJPക്ക് കെട്ടിവെച്ചതൊക്കെ പോയിട്ടുണ്ട്. എങ്കിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മുന്നോട്ടാണ് പോയിട്ടുള്ളത്. വോട്ടുകൾ ഏതാനും കൂട്ടാനേ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്ന് വലിയൊരു തകർച്ചയായിരുന്നെങ്കിൽ അതൊരു മുറയിൽ തകർച്ച തന്നെ ആകുമായിരുന്നു. അപ്പോൾ ഈ വികസനത്തിൻ്റെ രാഷ്ട്രീയം ഏശിയിട്ടില്ലെങ്കിലും അതിന് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാണ്. നിലമ്പൂർ ശരിക്കും ഇവരുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് അല്ല. ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ പക്ഷേ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും. അതിലും സ്റ്റാറ്റസ് കോ നിലനിർത്തിയാൽ പോരാ, കൂടുതൽ സീറ്റുകൾ കൈവരിക്കാൻ അവർക്ക് കഴിയണം. നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്ന് ഈ വികസന രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അതിനൊരു പെട്ടെന്നുള്ള ഒരു മാറ്റം വരുമ്പോൾ പലർക്കും പാർട്ടിയിലെ യാഥാസ്ഥിതികർക്ക്, ഞാൻ പറയുന്നത് യാഥാസ്ഥിതികർ എന്ന് പറയുന്നത് പഴയ കൺവെൻഷണൽ സിദ്ധാന്തം അനുസരിച്ച് ചിന്തിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, ഈ വി മുരളീധരൻ തന്നെ കേരളത്തിലേക്ക് കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ പലതവണ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അജണ്ട എന്തായിരുന്നു? പിണറായി വിജയനെ 10 ചീത്ത പറയുക. എപ്പോഴും അത് തന്നെയാണ്. കേന്ദ്രമന്ത്രിയുടെ പണി ഇതാണോ എന്ന് വരെ നമുക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ ഇദ്ദേഹം എപ്പോഴും അറുത്തുമുറിച്ച് പിണറായി വിജയൻ്റെ കുറ്റങ്ങൾ പറയാൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റില്ലേ, അതിൻ്റെ വക്താക്കളില്ലേ, അവർ പറഞ്ഞാൽ പോരെ, കേന്ദ്രത്തിൻ്റെ വികസന കാര്യങ്ങളല്ലേ മന്ത്രി പറയേണ്ടത് എന്ന് അന്നേ ശങ്ക തോന്നിയിരുന്ന ആ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കേന്ദ്രത്തിൽ വരുന്ന മന്ത്രിമാരെല്ലാം രാഷ്ട്രീയം എന്ന് വക്താക്കൾ രാഷ്ട്രീയം പറയും. പക്ഷേ അതിൻ്റെ മന്ത്രിമാർ വരുമ്പോൾ അവർ പ്രധാനമായിട്ടും പറയുന്നത് വികസനം, 2047 കൂടി വികസിത ഇന്ത്യ വരും, വികസിത കേരളം വരും. അപ്പോൾ അത് വരണമെങ്കിൽ ഞങ്ങൾ തന്നെ ഭരണത്തിലുണ്ടാവണം. ഇവിടെ കേരളത്തിൽ കൂടി അങ്ങനെ ഭരണം മാറ്റം വന്നു കഴിഞ്ഞാൽ ഒരു ഡബിൾ എൻജിൻ സർക്കാർ ഉണ്ടാവും. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇതിൻ്റെ സ്പീഡ് പുറകോട്ട് പിടിച്ച് വലിച്ചാൽ സ്പീഡ് വരുമോ? ഇല്ല. അപ്പം മുന്നോട്ട് തന്നെ പോകുന്ന, പുരോഗമനത്തിലേക്ക് തന്നെ പോകുന്ന ഒരു പ്രക്രിയ, ഒരു അജണ്ടയുള്ള സെറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് വന്നാൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം നമ്മുടെ ഈ യുവാക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്, നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് പുതുതായി വരുന്ന വോട്ടർമാരിൽ കൂടിയ പങ്കും BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. കാരണം ഇനി നാളെ തങ്ങളുടെ അവർക്ക് പറ്റിയില്ലെങ്കിലും തങ്ങളുടെ മക്കളെങ്കിലും വികസിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് സ്വന്തം വീടിനടുത്ത് ജോലി ചെയ്തുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാം. തൊഴിലിന് വേണ്ടി ഇങ്ങനെ അലയുന്ന PSC ടെസ്റ്റും എഴുതിയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ പോയി സമരം ചെയ്യുകയോ അല്ലെങ്കിൽ മാവിൻ കൊമ്പിൽ കയറിയിട്ട് ഞാനിപ്പോൾ ചാവുമെന്ന് പറയുകയോ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകാതെ സുഖമായിട്ട് 3 നേരവും ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റുന്ന, മിച്ചം വയ്ക്കാൻ പറ്റുന്ന, ആഡംബര ജീവിതം ഒരു കൊതിയാണ്, ആഡംബര ജീവിതം നയിക്കാവുന്ന ഒന്നിലേക്ക് പോകാനുള്ള ഒരു ത്വര യുവജനങ്ങളുടെ അവർക്ക് വേറെ രാഷ്ട്രീയമൊന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുക. നമ്മുടെ ഇപ്പോഴത്തെ ഈ വൈകുന്നേരം അന്തിച്ചർച്ചകൾ തന്നെ ഒരു വെർബൽ ഡയറിയ എന്ന് പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക, ചീത്ത വിളിക്കുക, എടാപോടാ തന്തയ്ക്ക് വിളിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയം അതുപോലൊരു സർക്കസാണ്. അതൊരു നിലവാരമുള്ള രാഷ്ട്രീയം അല്ല, ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അല്ല. അപ്പോൾ നിലവാരമുള്ളൊരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വികസനത്തിലൂന്നിയ, പരസ്പരം കടിച്ചു കയറാത്ത, ശത്രുക്കളായിട്ട് കാണാത്ത, എതിരാളികളായിട്ട് മാത്രം മാറുന്ന ഒന്നിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ ഇതുപോലെയുള്ള എതിർപ്പുകളുണ്ടാകും. ആ എതിർപ്പുകൾ ഇതുമായിട്ട് ചേർന്നിട്ട് സംഘർഷങ്ങളുണ്ടാകും. അതിൽ നിന്ന് ഒരു സമവായത്തിലേക്ക്, യോജിപ്പിലേക്ക്, രഞ്ജിപ്പിലേക്ക് ഉണ്ടാവും, ഒരു നീക്കം ഉണ്ടാകും. രണ്ടും കൂടെ ചേർത്തുള്ള ഒരു സമ്മിശ്രമായിട്ട് ഒന്നിലേക്കൊരു പോക്കുണ്ടാകും. അതുകൊണ്ട് ഈ ചർച്ചകളൊക്കെ വളരെ നല്ലതാണ്. അതിൽ നിന്ന് ഉരുത്തിരിയുന്നത് യഥാർത്ഥത്തിലുള്ള BJPയുടെ ഇനി അങ്ങോട്ടുള്ള ഒരു നീക്കം എന്തായിരിക്കും എന്നാണ്. അതിലൂടെ വേണം വരാൻ. അല്ല ഏകപക്ഷീയമായിട്ട് ചന്ദ്രശേഖർ തീരുമാനിക്കുകയല്ല വേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ ശബ്ദങ്ങൾ പുറഞ്ഞു വരട്ടെ. അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്നത് മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് ഒരു ഏകശിലാരൂപമായിട്ട് BJP പോകാതിരിക്കുന്നത് തന്നെയാണ് ബഹുസ്വരതയോടുകൂടി ജനാധിപത്യത്തോടുകൂടി, പാർട്ടി ജനാധിപത്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. കേരളത്തിന് നല്ലതാണ്, ആ പാർട്ടിക്കും അത് നല്ലത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.